സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ? അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു സംശയവുമില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കേരളത്തിൽ എത്രയോ ആളുകൾ പറയും CPM പറയല്ല മുഖ്യമന്ത്രി മത്സരിക്കുന്നത്. അതിന് പറയുന്നത് അവർക്കതിന് സ്വാതന്ത്ര്യമില്ല. അതിന് ഏതെങ്കിലും ഇനി മത്സരിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വേറൊരു മലയാളി ഉണ്ടാക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ. നമുക്ക് ഈ യോഗം നമുക്ക് കേരള കോൺഗ്രസ് ആക്കി എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് നാളെ മുഴുവൻ എത്ര നേരം വേണം നിന്ന് തരാം, നമുക്ക് ചർച്ച ഉണ്ടാക്കാം. മറ്റേ കാര്യത്തിലേക്ക് പോട്ടെ. കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് പാർട്ടി വിൽ ഡിസൈഡ്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഒരു LDF എന്ന നിലയ്ക്കും ഈ പറയുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് നടത്തുന്ന യോഗത്തിനും അവിടെയെല്ലാം ഓരോ ജനങ്ങൾ വരുമ്പോൾ അവരുടെ മുഖഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ ഒരു ആവേശം എന്ന് പറഞ്ഞ ഇടതുപക്ഷം വീണ്ടും ഇതാ വരുന്നു എന്നുള്ളൊരു ആവേശമാണ്. വെറുതെ ഇങ്ങനെ ആളുടെ ഇറക്കിയിട്ട് കൊണ്ടുപോയതല്ല. അത്രയും ആവേശമായിട്ടുള്ള പൾസ് അടിയിൽ കണ്ടപ്പോൾ ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോം ഈ കേരള സംസ്ഥാനത്ത് രൂപപ്പെട്ടു. അപ്പോൾ വെറുതെ ദൂതി വളർന്നു പറഞ്ഞ പറ്റും. ഞാൻ പറഞ്ഞില്ല, UDF പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റ് മേഖലകളിലും 2 ജാഥകൾ നടക്കുകയാണ്. അടുത്ത 2 ദിവസം കൊണ്ട് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ജാഥ കടന്നു പോകും. ഈ ജാഥ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് UDF മണ്ഡലങ്ങളിലാണ് വൻ സ്വീകരണം ലഭിച്ചത് എന്നത് LDFന് വർദ്ധിച്ചു വരുന്ന ഒരു ആത്മവീര്യം നൽകുന്നുണ്ട്. UDF മണ്ഡലങ്ങളിൽ, UDF പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് വലിയ ആവേശകരമായ ഒരു സ്വീകരണം കൂടി നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കൊരു തീർച്ചയായും ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ മണ്ഡലത്തിൽ കൂടെ പോകുമ്പോൾ അവിടുത്തെ വികസന പദ്ധതികളൊക്കെ എടുത്ത് വിലയിരുത്താറുണ്ട്. ഇവിടെ നിങ്ങൾ തൊട്ട് മുമ്പ് തന്നെ കണ്ടു, നമ്മളിവിടെയുള്ള നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് കോടികളുടെ വികസന പദ്ധതികളാണ്. അത് ഏത് പ്രദേശത്താണെങ്കിലും, എറണാകുളത്താണെങ്കിലും പലതും നിങ്ങൾക്കറിയാവുന്ന UDFൻ്റെ MLAമാർ പ്രതിദാനം ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ പോലും എല്ലാ സ്ഥലങ്ങളിലും അത് പാർട്ടി നോക്കാതെ, മുന്നണി നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരള സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. പക്ഷേ മനഃപൂർവ്വം ജനങ്ങൾ ഏൽപ്പിച്ച ചുമതലയിൽ അലംഭാവവും നിസ്സംഗതയും കാണിച്ച വികസനത്തോട് മുഖം തിരിച്ചവരെ തുറന്നു കാണിക്കുവാനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെയധികം ക്ഷേമ പെൻഷനുകളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തത് 35 വയസ്സിനും 60 വയസ്സിനും ഉള്ളത് നമുക്ക് 30 വയസ്സ് വരെ ആക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളെ ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരായിട്ടാണ് കാണിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായ ഉപരോധമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് രൂപപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ആവേശകരമായ ഒരു പ്രതികരണം എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ലഭിക്കുമ്പോൾ ഈ ജാഥയുടെ, നമുക്കറിയാം മറുവശത്ത് മറ്റൊരു ജാഥ നടക്കുന്നു, അതിൻ്റെ ശോഭ കെടുത്തുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു ടീം, ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് രൂപം കൊടുത്തിരിക്കുകയാണ്. ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോം രൂപം കൊടുത്തിരിക്കുകയാണ്. CPP എന്ന് തന്നെ നമുക്ക് പറയാം.
അത് 2026 അതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ CPP കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നരേറ്റീവ് സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ LDF മുന്നേറി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നരേറ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണ്. പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് സ്വകാര്യ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ശബരിമലയുടെ വിഷയം എടുക്കുക. ആ ശബരിമലയുടെ വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതൊരു സ്പെഷ്യൽ ഹൈക്കോടതി ബെഞ്ച് തന്നെയുണ്ട്. അവിടെ ഇനിഷ്യേറ്റീവിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. എല്ലാം ആ വിഷയം സങ്കീർണമാണെങ്കിലും നേരെയുള്ള വഴി കൂടിയാണ് പോകുന്നത് എന്ന് കൃത്യമായി ആ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. പലരും അതിൽ നിന്ന് മാറ്റി അന്വേഷണം മാറ്റുവാനുള്ള ശ്രമം നടത്തി കേസ് കൊടുത്തിട്ടും കോടതി പറഞ്ഞു ഞങ്ങൾ ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കാതെ കുറ്റക്കാരെ കൃത്യമായി ഞങ്ങൾ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവരും. അതുകൂടെ എന്താ ചെയ്യുക? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തൊരു സംശയമുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ടീമും കൂടിയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമുക്ക് അയ്യപ്പ സംഗമമായി ഒരെണ്ണം അതിൻ്റെ ഗേറ്റ് അടയുന്നു. അത് ആ അന്വേഷണം ചെന്നെത്തുന്നത് പ്രതിപക്ഷത്തെ ചില വ്യക്തികളിലേക്ക് ചെന്നെത്തിയപ്പോൾ തന്നെ ആ ഗേറ്റ് അടച്ചു. അടുത്തത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഈ ബെഞ്ചിൻ്റെ കീഴിലാണ്, അവരുടെ അനുവാദത്തോടു കൂടിയാണ്. അതല്ലെങ്കിൽ പോലും അതിൻ്റെ എല്ലാ പ്രവർത്തനവും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ ബെഞ്ചുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ രണ്ടാമത്, ഇപ്പോൾ ഒരു മുന്നണിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ആ പാർട്ടിക്കകത്ത് ആദ്യമേ എന്തായിരുന്നു? മുന്നണി മാറ്റം. ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു അതിലേക്ക് ഒരു നരേറ്റീവ് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു സംശയം മുന്നണിക്കകത്ത് കൊണ്ടുവരാനുള്ള ശ്രമം. അത് കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് പാർട്ടിക്കകത്ത് എന്തോ വിഷയമുണ്ട് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഇപ്പം ഞാനത് ഈ ഒരു LDFൻ്റെ ജാഥയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ അതൊക്കെ ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് ഇനി അത് ആകെ കൂടി ഒന്ന് അടയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ? അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു സംശയവുമില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു മത്സരിക്കുമോ? എന്താ അദ്ദേഹം പറഞ്ഞു? പാർട്ടി തീരുമാനിക്കും. അതല്ലേ എന്നല്ലേ പറഞ്ഞു. പിന്നെ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ആളുകൾക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയോട് സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുമ്പോൾ പരിമിതിയില്ല. അത് ഞാൻ മത്സരിക്കാം, ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയല്ല, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു പെയ്ഡ് കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത്. അതിനി പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നരേറ്റീവ് വരും. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ ആൻസറബിളാണ്, ഞങ്ങൾ അക്കൗണ്ടബിളാണ്. ഏതിലാണ് വിഷയമുള്ളത് ഞങ്ങൾ അക്കൗണ്ടബിളാണ്. അവിടെ പോരായ്മയുണ്ടെങ്കിൽ പറയട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ അതൊന്നും ജനത്തിന് പ്രശ്നമല്ല. ജനത്തിന് വേണ്ട ഉത്തരവാദിത്തോടു കൂടിയ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വികസനത്തിനുള്ള അക്കൗണ്ടബിലിറ്റി, മറ്റു കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി വേണം. അത് കോടതി നോക്കുന്നു. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്.
ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളതാണ്. കേന്ദ്രം പ്രധാനമന്ത്രി വന്ന് BJP-യുടെ അല്ലെങ്കിൽ അടുത്ത ഒരു പ്രഖ്യാപനം കേരളത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു. മറ്റൊരു മന്ത്രി പറഞ്ഞു എയിംസ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി വന്നു കഴിയുമ്പോൾ അവിടെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രഖ്യാപനവും കണ്ടില്ല. ബഡ്ജറ്റിൽ കേരളം ഒന്നും സംസാരിച്ചു പോലുമില്ല. ഇനി കേരളത്തെ എങ്ങനെയാണ് ഈ രാജ്യം കാണുന്നത്? കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കി വേണം അല്ലേ എവിടെയൊക്കെയാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശിശു മരണവുമായി ബന്ധപ്പെട്ട് അത് 5 പേരാണ്, 5% 100-ൽ. അത് അമേരിക്കയിൽ ഇതിനേക്കാൾ കൂടുതലാണ്, 5.5 ആണ് അപ്രോക്സിമേറ്റ് ഞാൻ പറയുക. അത് ഇന്ന് BJP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സായ UP-ൽ 37 ആണ് മരണങ്ങളാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നാഷണൽ ആവറേജ് എത്രയാണ്? 26. അപ്പം അവർ ഭരിക്കുന്നിടത്ത് ഈ ഹ്യൂമൻ ഇൻഡെക്സ് ഏറ്റവും മോശമായിട്ട് നിൽക്കുന്നു എന്നതാണ്. നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിക്കുക, എന്നിട്ട് ലീസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഏതാണെന്ന് എടുത്ത് നോക്കുക. ഈ രാജ്യത്ത് BJP ഭരിക്കുന്ന 5 ലീസ്റ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഇത് നമ്മൾ നേടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി അധ്വാനം, ഹാർഡ് വർക്കും അതിൻ്റെ പിന്നിൽ ഒത്തിരി സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു ശ്രമമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓരോ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാദങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, നമുക്ക് വികസനത്തിൻ്റെ പുറകെ പോകണം. അത് നമുക്ക് സംവാദം എപ്പോൾ വേണമെങ്കിലും നടത്താം. അതനുസരിച്ച് വേണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വരാൻ. ആർക്കെങ്കിലും എന്തെല്ലാം ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അടുത്തൊരു യോഗം കൊച്ചിയിലാണ്, ഒരു 1.25 മണിക്കൂർ എടുക്കും. പറഞ്ഞത് തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇന്നലെ റോഷി അഗസ്റ്റിൻ പറഞ്ഞതിൽ അങ്ങനെ തന്നെ പറയുന്നു, അത് സതുദ്ദേശത്തോടെയാണ് പറയുന്നത്. പക്ഷേ നേരത്തെ സാർ ഉണ്ടായിരുന്ന സമയത്തൊന്നും പാർട്ടിയിലോ മന്ത്രിയൊന്നും ഇങ്ങനെ ചാരിക്കയറി പറയുകയോ ഒന്നും പറഞ്ഞിരുന്നില്ല. അങ്ങ് പറഞ്ഞത് ചോരത്തിളപ്പിൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ റോഷി അഗസ്റ്റിൻ തന്നെ അതിനെ തിരുത്തി പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം ചോരത്തിളപ്പിലല്ല പറഞ്ഞത്, ഇങ്ങനെ പറയുന്നത്. ഇന്നിപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മീഡിയക്കാരുടെ ഓരോരുത്തരുടെയും നെഗറ്റീവാണ്. അത് നിങ്ങൾ ഭാവനയിൽ നിന്ന് ഓരോന്ന് എടുക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും കറക്റ്റ് ചെയ്യാൻ പോകണം. ഇന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ ഏതോ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയർമാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട എന്ന അത് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവിലൊരു തെറ്റാണ്. ഇത് സതുദ്ദേശത്തിൽ ഞാൻ പറഞ്ഞു, എനിക്കും സുഖപ്പെട്ടു, എനിക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ടായി. കാരണം ഇവിടെ കേരളത്തിൽ എത്രയോ ആളുകൾ പറയും, CPM പറയല്ല മുഖ്യമന്ത്രി മത്സരിക്കണമെന്ന്. അതിന് പറയുന്നത് അവർക്കതിന് സ്വാതന്ത്ര്യമില്ല. അതിന് ഏതെങ്കിലും ഇനി മത്സരിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വേറൊരു മൈനോറിറ്റി ഉണ്ടാക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ. നമുക്ക് ഈ യോഗം നമുക്ക് കേരള കോൺഗ്രസ് ആക്കി എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് നാളെ മുഴുവൻ എത്ര നേരം വേണം നിന്ന് തരാം, നമുക്കൊരു ചർച്ച ഉണ്ടാക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് പോട്ടെ. റോഷി പറയുന്നത് മത്സരിക്കണം എന്നല്ല, മത്സരിക്കും ചെയർമാനെന്നാണ്. മത്സരിക്കും, ഒപ്പം തന്നെ പാർട്ടിക്ക് ഒരു നേതൃത്വം ഉണ്ടെന്ന് അങ്ങനെ തെളിയിക്കാൻ. അങ്ങനെയല്ല പറഞ്ഞു, പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ല, അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇനി എന്തേലും ആട്ടെ, കൃത്യമായ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഒരിക്കലും അച്ചടക്കമില്ല, സ്വാതന്ത്ര്യമില്ല. ഗവൺമെന്റിലേക്ക് പറയാൻ, ജനത്തിന് പറയാം, ജില്ലാ പ്രസിഡന്റ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവസാനം എന്താ പറഞ്ഞതല്ലേ, വാട്ട് ഈസ് കൺക്ലൂഡിങ് എന്താണ് സ്റ്റേറ്റ്മെന്റ്? Concluding statement, party will decide. This is the same thing I am telling you the example of the CPM. പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ് പാർട്ടി തീരുമാനിക്കും. അതല്ലാതെ എനിക്ക് തീരുമാനിക്കാം, പാർട്ടി തന്നെ മുഖ്യമന്ത്രി ഞാൻ മത്സരിക്കാൻ പോയാൽ മത്സരിക്കാൻ മൈക്ക് ഒരിക്കലും തട്ടിപ്പറഞ്ഞില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും, ഞാൻ ചുമ്മാ തട്ടിപ്പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് തന്നെ പോകുന്നത്. ഞാൻ പറഞ്ഞു, അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലെയിം എത്താൻ പോകുന്നില്ല. ശരി, നിങ്ങൾ ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് എന്താണ്?
അത് ഞാൻ പറഞ്ഞത് എനിക്കൊരു പ്രൊപ്പറേറ്ററി ഉണ്ട്, പാർട്ടി അഭിപ്രായം അദ്ദേഹത്തിന് അതൊരു അഭിപ്രായം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് നെറേറ്റീവ് കൊണ്ടുവന്നാലും അവർ ക്ലീൻ കുത്താൻ പോകുന്നില്ല. അതല്ല, അതിനകത്ത് തന്നെ പബ്ലിക്കിനോട് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ എത്രയോ പാർട്ടിക്ക് ഞാൻ പറഞ്ഞു പാർട്ടി അകത്ത് പറയാത്തൊരു കാര്യം കൂടെ പറയാം. അല്ല, പുറത്ത് പറയാൻ പാടില്ല. മത്സരിക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരി, ഞാൻ പറഞ്ഞ മത്സരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ എനിക്കുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞോട് നടക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, അത് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ പറയുന്നത് പാർട്ടിയല്ലേ പറയാൻ. ആ പോട്ടെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ നെറേറ്റീവായിട്ട് പോകും, ഞാൻ എൻ്റെ നെറേറ്റീവായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് കൃത്യമായി ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആവേശകരമായ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഒരു LDF എന്ന നിലയ്ക്കും ഈ പറയുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന യോഗത്തിനും അവിടെയെല്ലാം ഓരോ ജനങ്ങൾ വരുമ്പോൾ അവരുടെ മുഖഭാവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അവിടെ ഒരു ആവേശം എന്ന് പറഞ്ഞ ഇടതുപക്ഷം വീണ്ടും ഇതാ വരുന്നു എന്നുള്ളൊരു ആവേശമാണ്. വെറുതെ ഇങ്ങനെ ആളിനെ ഇറക്കിയിട്ട് കൊണ്ടുപോയതല്ല. അത്രയും ആവേശമായിട്ടുള്ള പൾസ് അടിയിൽ കണ്ടപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഈ കേരള സംസ്ഥാനത്ത് രൂപപ്പെട്ടു. അപ്പോൾ വെറുതെ യൂതി വളർന്നു പറഞ്ഞ പറ്റണത്തും ഞാൻ പറഞ്ഞില്ല, UDF പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ശരി, അല്ല അത് കഴിഞ്ഞല്ലേ, അത് ആ ചോദ്യം കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. അതല്ല, പ്രഖ്യാപിച്ചില്ലല്ലോ. അവസാനം പുള്ളി അദ്ദേഹം പറയുന്നത് എന്താണ്? പാർട്ടി തീരുമാനിക്കും. നിങ്ങൾക്ക് എന്താ അത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയാം. പുള്ളി അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണോ അവസാനം മത്സരിക്കുന്നു പറയുമ്പോൾ പ്രശ്നമായോ? വരട്ടെ, ഇനി അതിനെപ്പറ്റി ഞാൻ ബാക്കി പിന്നെ നാളെ നമുക്ക് ഇരിക്കാതെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ റെഡിയായി എന്തിനും. ആ, അടുത്ത ചോദ്യം ചോദിക്കും. പറഞ്ഞോളൂ. ശേഷം 50,000 വരുന്ന വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള പന്തലുണ്ടായി. യഥാർത്ഥത്തിൽ 2000 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ടാങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം വരാനുള്ള സംവിധാനം ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇതിന്റെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന മന്ത്രിയാണ് ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ നിലയിൽ വൈപ്പിൻകരയിൽ ഇപ്പോ ഈ ജനുവരി ഡിസംബർ മാസങ്ങളിൽ തന്നെ അതെ, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കൂടുതൽ പ്രാദേശികമായതുകൊണ്ട് എവിടേക്കും അറിയാം. ഒന്ന്, ഞാൻ ഇവിടെ ജലജീവൻ പദ്ധതിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിനകത്ത് എല്ലാ പ്രദേശങ്ങളിലും സോഴ്സ് എടുത്തിട്ട് ആ സോഴ്സ് വെച്ചിട്ടാണ് ജലജീവൻ പദ്ധതിയിലേക്ക് പോകുന്നത്. അതാണ് ഏറ്റവും സുപ്രധാനം. സോഴ്സ് എടുത്ത് അതിലേക്ക് വന്നു കഴിയുമ്പോൾ പൂർത്തീകരിക്കുമ്പോൾ അത് ഏതാണ്ട് ഒരു 70% നമുക്ക് പൂർത്തീകരിച്ചു. കേരള സംസ്ഥാനത്തെ കണ്ടത് എനിക്ക് പ്രാദേശികമായി ഓരോ പ്രദേശത്തേക്കും. അപ്പോൾ തീർച്ചയായും 24 ഈ പറയുന്ന അത് കൂടാതെ 24/7 വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ് എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ പദ്ധതി, അപ്രോക്സിമേറ്റ് ഒരു പദ്ധതിയുടെ വരിക. അത് വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും 24/7 കുടിവെള്ളം അതിനകത്ത് എപ്പോഴും ഉണ്ടാകും. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നേരത്തെ 17 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു കണക്ഷൻസ് ഉണ്ടായിരുന്നത് കേരള സംസ്ഥാനം. അതിപ്പോൾ ഏതാണ്ട് 60 ലക്ഷത്തോളവും 59-60 ലക്ഷത്തോളം ആയി. നമ്മൾ ഏതാണ്ട് 75 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ കണക്ഷനായിട്ട് വേണ്ടത്. ചില സ്ഥലത്ത് കണക്ഷനേ വേണ്ട, കാരണം നമുക്ക് ഓൾറെഡി ആ വാട്ടർ സോഴ്സും 24 മണിക്കൂറും വെള്ളമുള്ള സ്ഥലങ്ങളുമുണ്ട്. ചില സൊസൈറ്റി ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് അതൊരു പദ്ധതിയായിട്ട് ലോങ് ടേം പ്രോജക്റ്റായിട്ട് തന്നെ കേരള സംസ്ഥാനത്ത് നമ്മുടെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതാണ്. ആ വിഷയങ്ങളും നമ്മളിവിടെ സംസാരിച്ചു. തീർച്ചയായിട്ടും അതിനുള്ള പങ്ക്. അപ്പോൾ നമുക്ക് ഈ പ്രാദേശിക കേരള കോൺഗ്രസിനെയാണ് ഞാൻ വേറെ തരാം, ഞാൻ അമൂഹം തരാം. നിങ്ങൾക്ക് ഇനിയില്ല, നിങ്ങൾ ചർച്ച ചെയ്തിട്ട് 4 പേരോട് ചർച്ച ചെയ്തിട്ട് ഒറ്റ ചോദ്യമല്ല, 3-4 ചോദ്യം ചോദിക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു.
അത് കഴിഞ്ഞു അത് അത് കഴിഞ്ഞു കണക്കിലെടുത്തില്ല. അത് ജനങ്ങൾ തീരുമാനിക്കണം. അത് കഴിഞ്ഞു. വിജയമുണ്ടോ? വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? CPP കുറച്ചു നേരം പറഞ്ഞത്, അതായത് ഇടതുപക്ഷത്തെ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, അതല്ല വികസന പ്രവർത്തനങ്ങൾ അതവിടെ നിൽക്കട്ടെ. 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ശ്രദ്ധ തിരിച്ചു വിടുവാനും നെഗറ്റീവ്സ് രൂപീകരിക്കുവാനും അതൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കുവാനും ശബരിമലയുടെ ആകാം, വീണ്ടും ശബരിമലയുടെ ആകാം, കേരള കോൺഗ്രസിൻ്റെ ആകാം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഞങ്ങൾ കൊണ്ട് കൊടുത്തതാകാം, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി പോയി ഞങ്ങളൊക്കെ എല്ലാവരും പോയി സമരത്തിലിരുന്നതാകാം. ഇതൊക്കെ ഓരോ നെഗറ്റീവാണ്. ഈ ശബരിമല പറയുമ്പോൾ കോടതി തന്നെയല്ലേ പറഞ്ഞത് ഈ കണക്കുകൾ കള്ളക്കളി ഉണ്ട് എന്നുള്ളത്? ആ കോടതിയല്ലേ പരിശോധിക്കുന്നത്? പരിശോധിച്ചോട്ടെ, അത് പരിശോധിക്കട്ടെ. അതല്ല, കോടതിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ കോടതിയുടെ കൂടെ കോടതിയെ അനുവദിച്ച് കോടതി ഓഡിറ്റ് ചെയ്ത് ഇത് പോകും.